രാഷ്ട്രീയവും പ്രതിഷേധവും പറഞ്ഞാണ് ജനഗണമന സിനിമയുടെ ട്രെയിലർ എത്തിയത്. 4 മിനിറ്റോളമുള്ള ഒരു സീനാണ് പുറത്തു വന്നിരിക്കുന്നത്. 2 ഭാഗങ്ങളായി എത്തുന്ന സിനിമയിലെ 2ാം ഭാഗത്തിൽ നിന്നുള്ള രംഗങ്ങളാണിത്. ട്രെയിലറിൽ ചില ഫ്ലാഷ് ബാക്ക് രംഗങ്ങൾ കാണിക്കുന്നത് ആദ്യ ഭാഗത്തിലേതാകും എന്നാണ് സൂചന. സാധാരണ ട്രെയിലറുകളിൽ നിന്ന് വ്യത്യസ്തമായി ചിത്രത്തിൽ സീക്വൻസുകൾ ഒരുമിപ്പിക്കുന്നതിന് പകരം സിനിമയിലെ ഒരു സീനാണ് ട്രെയിലറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. യൂട്യൂബ് ട്രെൻഡിംഗ് ലിസ്റ്റിൽ 1ാമതായി തുടരുന്ന ട്രെയിലർ 2 മില്യൺ വ്യൂസ് ആണ് നേടിയത്. 1 വർഷം മുമ്പ് വന്ന ടീസറിലും സിനിമയുടെ 2ാം ഭാഗത്തിലെ രംഗങ്ങളായിരുന്നു കാണിച്ചിരുന്നത്. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടക്കുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് സിനിമയുടെ പശ്ചാത്തലമെന്ന് നേരത്തെ എത്തിയ ടീസർ തന്നെ സൂചിപ്പിച്ചിരുന്നു. ജയിലിൽ നിന്നുള്ള ഒരു രംഗമായിരുന്നു ടീസറിലെത്തിയത്. സംഘർഷഭരിതമായ രംഗം തന്നെയായിരുന്നു ടീസറിൽ. ക്യൂൺ സിനിമയ്ക്ക് ശേഷം ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ജനഗണമന. ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജും സുരാജ് വെഞ്ഞാറമൂടും വീണ്ടും ഒന്നിക്കുന്ന സിനിമ കൂടിയാണിത്. മമത മോഹൻദാസ് ആണ് ചിത്രത്തിലെ മറ്റൊരു പ്രധാന താരം. ഈ കോവിഡ് മഹാമാരി തുടങ്ങി നമ്മുടെ ഇൻഡസ്ട്രി മുഴുവനായി സ്റ്റാൻഡ് സ്റ്റില്ലായി ലോകമെമ്പാടും ഒരു സ്തംഭിച്ചു നിൽക്കുന്ന സമയത്ത് വീണ്ടും സിനിമാ മേഖല പതുക്കെ പിച്ച വെച്ച് തുടങ്ങാനുള്ള പെർമിഷനും അതിനുള്ള അനുമതിയും ഒക്കെ കിട്ടിയ സമയത്ത്, അന്നും തിയേറ്ററുകളൊക്കെ പൂട്ടിക്കിടക്കുന്ന ഒരു സമയമാണ്. അന്ന്, അതായത് 2020 ഓഗസ്റ്റ് മാസമോ മറ്റോ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന കഥ ജനഗണമനയുടേതാണ്. ഞാൻ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയുടെ കഴിഞ്ഞ ഷെഡ്യൂൾ കഴിഞ്ഞ് തിരിച്ചെത്തി ആദ്യം കേൾക്കുന്ന കഥ ജനഗണമനയുടേതാണ്. 2020 ഒക്ടോബർ മാസം ഈ പാൻഡമിക് സമയത്ത്, പാൻഡമിക്കിന് ശേഷം അല്ലെങ്കിൽ പാൻഡമിക് തുടങ്ങിയതിന് ശേഷം ആദ്യം ഷൂട്ട് തുടങ്ങുന്ന സിനിമയും ജനഗണമനയാണ്. 2020 ഒക്ടോബർ മാസം ഈ സിനിമ ഷൂട്ട് തുടങ്ങുമ്പോൾ തിയേറ്ററുകളെല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരു സമയത്താണ് ഷൂട്ട് തുടങ്ങിയത്. അന്ന് ഞങ്ങൾ തീരുമാനിച്ചാണ് ഇനി വേറെ ഏത് സിനിമ ചെയ്താലും, വേറെ ഏത് സിനിമ ഒരു ഡയറക്റ്റ് സ്ട്രീമിംഗ് സർവീസിൽ റിലീസ് ചെയ്യേണ്ടി വന്നാലും, ഈ സിനിമ ജനഗണമന എത്ര കാത്തിരിക്കേണ്ടി വന്നാലും തിയേറ്ററിലെ റിലീസ് ചെയ്യൂ എന്നുള്ളത് അന്ന് തീരുമാനിച്ചാണ്. ആ കാത്തിരിപ്പിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇതിൻ്റെ റിലീസ് ഇത്രയും വൈകിയത്. പക്ഷെ ഒടുവിൽ ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സമയമായപ്പോൾ വീണ്ടും നമ്മുടെ തിയേറ്ററുകൾ 100% ഓക്യുപ്പൻസിയിൽ പ്രവർത്തിക്കുന്നു. സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ജനങ്ങൾ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യം ചുറ്റും നിൽക്കുന്നു. അതിൽ ഒരുപാട് സന്തോഷം. 2020 ഒക്ടോബർ മാസം ഷൂട്ടിംഗ് തുടങ്ങിയ സിനിമ ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഈ പാൻഡമിക് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം 2022 ജനുവരിയിലാണ് ഷൂട്ടിംഗ് തീരുന്നത്. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെയും മാജിക് ഫ്രെയിംസിൻ്റെയും ബാനറിൽ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും വലിയ സിനിമയാണ് ജനഗണമന. ഞാൻ ഈ വലുത് എന്ന് പറയുന്ന സിനിമയുടെ ബഡ്ജറ്റോ സിനിമയുടെ ക്യാൻവാസോ കൊണ്ട് മാത്രമല്ല, ഈ സിനിമ സംസാരിക്കുന്ന വിഷയം വളരെ വലുതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് കമേഴ്ഷ്യൽ എൻ്റർടൈനറാണ്. പക്ഷേ അതിനോടൊപ്പം നിങ്ങളെ ചിന്തിപ്പിക്കുന്ന കുറച്ചധികം ചോദ്യങ്ങൾ ചോദിക്കുന്ന സിനിമ കൂടിയാണ്. ഒരു നിർമ്മാതാവെന്ന നിലയിൽ എനിക്ക് അങ്ങേയറ്റം അഭിമാനമുണ്ട് ഈ സിനിമയുടെ പിന്നിൽ നിൽക്കാൻ സാധിച്ചത്. എനിക്ക് അതിനേക്കാൾ സന്തോഷമുണ്ട് ഒരു നടൻ എന്ന രീതിയിൽ. നമ്മൾ ഈ 100-110 സിനിമയ്ക്ക് അഭിനയിച്ച് കഴിയുമ്പോൾ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത കഥാപാത്രം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഭംഗിവാക്കായിരിക്കും. ഈ സിനിമയിൽ എനിക്ക് 100% കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റും, ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്തൊരു കഥാപാത്രമാണ് ഷാരസും ഡിജോയും കൂടി എനിക്ക് തന്നത്. ഞാൻ ഈ സിനിമയിൽ പൂർണ്ണ സംതൃപ്തനാണ്. ഈ സിനിമയുടെ ഫൈനൽ പ്രോഡക്റ്റിൽ പൂർണ്ണ സംതൃപ്തനാണ്. ഏപ്രിൽ 28-ാം തീയതി സിനിമ തിയേറ്ററിൽ റിലീസാകുമ്പോൾ ഈ എനർജി, ഈ കാണുന്ന കൂട്ടായ്മ, സിനിമാ സ്നേഹത്തിൻ്റെ ഈ കൂട്ടായ്മയാണ് ഈ സിനിമയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഷാരിസ് മുഹമ്മദാണ് സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയത്. സിനിമ 2 ഭാഗമായാണ് എത്തുക എന്ന് പൃഥ്വിരാജ് തുറന്നു പറഞ്ഞതാണ്. ഏപ്രിൽ 28-നാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗം പുറത്തിറങ്ങുന്നത്. എന്നാൽ ആദ്യ ഭാഗത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളോ മറ്റ് സൂചനകളോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ശ്രീദിവ്യ, ധ്രുവൻ, ഷാരി, ഷമ്മി തിലകൻ, രാജാ കൃഷ്ണമൂർത്തി, പശുപതി, അഴകം പെരുമാൾ, ഇളവരസു, വിനോദ് സാഗർ, വിൻസി അലോഷ്യസ്, മിഥുൻ, ഹരികൃഷ്ണൻ, വിജയകുമാർ, വൈഷ്ണവി വേണുഗോപാൽ, ചിത്ര അയ്യർ, ബൻസി മാത്യൂസ് എന്നിവരാണ് സിനിമയിലെ മറ്റ് താരങ്ങൾ. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുപ്രിയ മേനോനും മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനുമാണ് സിനിമ നിർമ്മിക്കുന്നത്. ജനഗണമന 2 വർഷത്തിന് ശേഷം തിയേറ്ററുകളിൽ എത്തുന്ന പൃഥ്വിരാജ് ചിത്രമാണ്. 2020 അയ്യപ്പനും കോശിയും എന്ന സിനിമയാണ് പൃഥ്വിരാജ് നായകനായി ഒടുവിൽ തിയേറ്ററിലെത്തിയത്. തുടർന്ന് 2021 എത്തിയ കോൾഡ് കേസ്, കുരുതി, ഭ്രമം, ബ്രോഡാഡി എന്നീ സിനിമകൾ OTT പ്ലാറ്റ്ഫോമുകളിലായിരുന്നു റിലീസ് ചെയ്തത്. ഗോൾഡ്, കടുവ എന്നിവയാണ് റിലീസിനൊരുങ്ങുന്ന മറ്റ് പൃഥ്വിരാജ് ചിത്രങ്ങൾ.